എൻ്റെ മകൾ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ എനിക്ക് എൻ്റെ വീട് പോലെയാണ് ഈ ഹോസ്പിറ്റലിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട്. അപ്പം ഞങ്ങളെ സന്തോഷകരമാക്കി ഞങ്ങളിന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവാണ്. ഹായ്, ഞാൻ അമിതയുടെ അച്ഛനാണ്. അമിത ട്രിച്ചി SRM മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്കൊരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ഒരു ബസ് വന്ന് ഒരു 2 വീലർ ഇടിച്ച് ഒരുപാട് ഫ്രാക്ചറുകൾ പറ്റി അവിടെ SRM മെഡിക്കൽ കോളേജ് ട്രിച്ചിയിൽ വെൻറ്റിലേറ്ററിലായിരുന്നു. ആ സമയത്ത് എനിക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ എനിക്ക് ഇത് ഒരു 1.5 വർഷം മുന്നേ ഒരു സർജറി ചെയ്തിട്ടുള്ള ഒരു പരിചയം എനിക്ക് അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പായ്ച്ചു നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഈ സാറിനെ ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഈ തരുൺ കൃഷ്ണ സാറിനെയും ജിക്കു സാറിനെയും ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് അവർ അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങൾ അവിടുത്തെ ഡോക്ടർമാർക്ക് കൊടുക്കുകയും ഇവൾക്ക് സ്റ്റേബിളായി എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ICU ആംബുലൻസിൽ വിളിച്ചിട്ട് ഈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ വന്നാൽ എനിക്ക് എൻ്റെ വീട് പോലെയാണ് ഈ ഹോസ്പിറ്റലിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട്. അങ്ങനെ ഇവിടെ അപ്പോളോ ഹോസ്പിറ്റലിൽ വന്ന് ഇപ്പോൾ എൻ്റെ മകൾ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നതെന്ന് വെച്ചാൽ തരുൺ സാറും ഡോക്ടർ ജിക്കു സാറും റെനിറ്റ് സാറും എന്നെ ഒരു അനിയനെ പോലെ കണ്ട് എൻ്റെ ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും അവരെന്നെ നേരിട്ട് വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ഞങ്ങളെ സന്തോഷകരമാക്കി ഞങ്ങളിന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിനും ഈ ഡോക്ടേഴ്സിനും പിന്നെ അവിടുത്തെ ഒരു സീനിയർ നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സിൻ്റെ പേര് എനിക്കറിയില്ല. എന്താ ബിൻസി സിസ്റ്റർ, അവരൊക്കെ വളരെ കെയർ ചെയ്ത് ഇവിടെ അവരെ സ്വന്തം മക്കളെ പോലെ നോക്കണ പോലെ ഇവിടെ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അതുപോലെ ICUലായാലും സ്റ്റെപ്പ് ഡൗണിലായാലും അവരൊക്കെ വളരെ സഹായങ്ങൾ വേണ്ട സഹായം അവൾക്ക് ചെയ്തു കൊടുത്ത് അവരുടെ ഒരു സ്വന്തം കൂടെ പറപ്പിനെ നോക്കണ പോലെ നോക്കി ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് പോകണത് ഇവിടുന്ന്. ഹായ്, എൻ്റെ പേര് അമിത. ഞാൻ ആക്ച്വലി RT ആയിട്ടാണ് ഇവിടെ വന്നത്. സോ ഞാനിവിടെ കൺസൾട്ട് ചെയ്യുന്നത് റിനറ്റ് ഡോക്ടറിനെയും ജിക്കു സാറിനെയുമാണ്. സോ എല്ലാം കൊണ്ടും നല്ല സേഫും കംഫർട്ടും ആയിട്ട് തന്നെ വെച്ചിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും നേഴ്സസ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിക്ക് എന്നെ നോക്കി, എൻ്റെ കംഫർട്ട് സോൺ നോക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്തിരുന്നു. സോ എനിക്ക് ഇവിടെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല, എല്ലാം പോസിറ്റീവാണ്. യാ, ഓൾ ഗുഡ്. താങ്ക് യു.